പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം സ്തംഭിച്ചതോടെ സംസ്ഥാനം അതിഗുരുതര പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഭൂരിഭാഗം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഈ ആഴ്ച തന്നെ പൂട്ടേണ്ടിയും വരും. പകുതിയിലേറെ ഹോട്ടലുകളുടെ പ്രവർത്തനം 3 ദിവസത്തിനകം പ്രതിസന്ധിയിലാകുമെന്ന് ഹോട്ടൽ ഉടമകളുടെ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 5% ചെറുകിട ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവയിലേറെയും വീടുകളിലെ ഗാർഹിക സിലിണ്ടറുകൾ കൂടി ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തിച്ചു വന്നത്. ഓൺലൈൻ ഭക്ഷണ ഡെലിവറി വ്യവസായവും പ്രതിസന്ധിയിലായിരിക്കുന്നു. വൈകാതെ ഇനി നമ്മുടെ ഗാർഹിക സിലിണ്ടറുകളിലേക്ക് കൂടി കൂടുതൽ നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. സമസ്ത മേഖലകളിലും വിലക്കയറ്റം ആസന്നമാണ്. കേറ്ററിംഗ് വ്യവസായത്തിനും മുൻപേ കൂട്ടി നിശ്ചയിച്ച വിവാഹ പാർട്ടികൾക്കും കൂടി ഇത് തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട്. ഈ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. വിലക്കയറ്റം കയ്യെത്തും ദൂരത്ത്. വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമത്തെ തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. 20% ഹോട്ടലുകൾ പൂട്ടിയെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ സ്റ്റോക്ക് ഹോട്ടലുകളിൽ ഈ ആഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ. ഭക്ഷണ ഓർഡർ സ്വീകരിക്കുന്നത് ഒരു വിഭാഗം ഹോട്ടലുകൾ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മെനുവിൽ മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ പല ഹോട്ടലുകളും വൈകിട്ടത്തെ ഭക്ഷണം പോലും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. ശുചീകരണവും വിളമ്പലും അടക്കമുള്ള ജോലികൾ ചെയ്യുന്നവർ കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് പുറമെയാണ് തൊഴിലാളികൾ ഏറെയുള്ള ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതിഥി തൊഴിലാളികളുടെ ഒഴുക്കും തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് തുറക്കുന്ന ഘട്ടത്തിൽ തൊഴിലാളികളെ കിട്ടാനുണ്ടാവില്ല എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഭൂരിപക്ഷം ഹോട്ടലുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അടച്ചിട്ടാലും വാടക നൽകേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യത്ത് LPG ക്ഷാമം മൂലം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടുകയോ അതല്ലെങ്കിൽ ഈ ഭക്ഷ്യവിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കുകയോ ചെയ്തതോടെ നിലവിലെ ഓൺലൈൻ ഫുഡ് ഡെലിവറിയെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ഭീമന്മാരായ സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവയുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. വാണിജ്യ LPG ക്ഷാമം രൂക്ഷമായത് ഭക്ഷ്യവിതരണ വ്യവസായം തടസ്സപ്പെടുത്തുമെന്നൊരു ആശങ്ക കടുത്തതോടെയാണ് വ്യാഴാഴ്ച സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ഓഹരികൾ 4% ഇടിഞ്ഞത്. നിരവധി നഗരങ്ങളിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം കുറഞ്ഞത് ഡെലിവറികൾ വൈകുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് റെസ്റ്റോറന്റുകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 16 വർഷത്തിനിടെ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 1686 രൂപ 45 പൈസയാണ് വർദ്ധിച്ചത്. NDA UPA സർക്കാരുകളുടെ കാലത്ത് വിലയിൽ വൻ കയറ്റിറക്കങ്ങൾക്കും സാക്ഷിയായി. ആഗോള എണ്ണവില വർധന, അന്താരാഷ്ട്ര നിരക്കിലെ വ്യതിയാനങ്ങൾ, രൂപയുടെ മൂല്യത്തകർച്ച ഇവയൊക്കെയും ഇതിന് ഘടകങ്ങളാണ്. 2000-ൽ NDA ഭരണകാലത്ത് 196 രൂപ 55 പൈസയായിരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില തൊട്ടടുത്ത വർഷം 12.46%, അതിനു മുന്നത്തെ വർഷം 20.08% വർദ്ധിച്ചു. NDA ഭരണം കഴിയുന്ന 2004-ൽ 281.60 രൂപയിലെത്തി. പിന്നീട് വന്ന UPA സർക്കാർ 5 വർഷം 2014-ൽ പൂർത്തിയാക്കിയപ്പോൾ 1500-നും 1600-നും ഇടയിലായി വില കയറി. ഇതിനിടയിൽ 2009 സിലിണ്ടറിന്റെ വിലക്കുറവിനും സാക്ഷ്യം വഹിച്ചു. 18.80% കുറവ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര എണ്ണവിലയിലെ ഇടിവ് സാധാരണക്കാരിൽ എത്തിക്കാനായിരുന്നു നടപടി. 2011-ൽ റെക്കോർഡ് വിലക്കയറ്റമായി 105.61% വർധനവിനും സാക്ഷ്യം വഹിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കുത്തനെ വർദ്ധിച്ചതും സർക്കാർ സബ്സിഡി കുറച്ചതുമാണ് UPA സർക്കാരിന്റെ കാലത്ത് ഈ വലിയ വിലക്കയറ്റത്തിന് ഇടയാക്കിയത്. ആഗോള അസംസ്കൃത എണ്ണവിലയിലെ ഇടിവ് കാരണം 2015-ൽ മോദി സർക്കാർ ഇന്ധനവില നിയന്ത്രണം എടുത്തു കളഞ്ഞത് വാണിജ്യ സിലിണ്ടർ വിലകളിൽ ഗണ്യമായി ഇടിവുണ്ടാക്കി. 50 രൂപയോളം കുറവാണ് ആ വർഷമുണ്ടായത്. ക്രമമായ വിലക്കൂടുതലിനൊടുവിൽ 2026 മാർച്ചിൽ വാണിജ്യ സിലിണ്ടർ വില 115 രൂപ വർദ്ധിച്ച് 1883 രൂപയിലെത്തി. പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഉടലെടുത്ത വാണിജ്യവാതക പ്രതിസന്ധി. 2026 മാർച്ച് മാസത്തിൽ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക പിരിമുറുക്കങ്ങൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ടാങ്കർ നീക്കങ്ങളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ 60%-ലേറെ പ്രകൃതിവാതകം ഹോർമൂസ് കടലിടുക്കിലൂടെ എത്തുന്നത് കൊണ്ട് തന്നെ പൈപ്പ് വഴിയുള്ള പാചകവാതക വിതരണവും ഏറെ വൈകാതെ നിലയ്ക്കുമെന്നൊരു ആശങ്കയുണ്ട്. പ്രതിമാസം കടന്നു പോകുന്ന 3000 കപ്പലുകളിലേറെയും എണ്ണയോ അതല്ലെങ്കിൽ പ്രകൃതിവാതകമോ കയറ്റിപ്പോകുന്നവയാണ്. ലോകത്തെ പ്രമുഖ എണ്ണ ഉൽപാദക രാജ്യങ്ങളായ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്,
ഖത്തർ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളുടെ എല്ലാം പ്രധാന ജലപാത ഹോർമൂസ് കടലിടുക്കാണ്. ഈ ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള എണ്ണക്കടത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ചൈന, ഇന്ത്യ, ജപ്പാൻ രാജ്യങ്ങളാകും കൂടുതൽ പ്രതിസന്ധിയിലാവുക. ആഗോള വ്യാപകമായും പ്രതിസന്ധി കനക്കുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്കുനീക്കം നടത്തുന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ യാത്രാനുമതി നൽകി കഴിഞ്ഞു. അതിൽ ഒന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ നൂറുകണക്കിന് ചരക്കു കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ നീക്കം. പുഷ്പക, പരിമൾ ഈ 2 ഇന്ത്യൻ പതാക വാഹക കപ്പലുകൾക്കാണ് ഇറാന്റെ അനുമതി ലഭിച്ചത്. ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. ഈ സാഹചര്യത്തിൽ 2 കപ്പലുകൾക്ക് ലഭിച്ച അനുമതി വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾക്ക് മോചനം നൽകുന്നതിലേക്കുള്ള സൂചനയാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഏകദേശം 22,000-ഓളം മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥരാണ് നിലവിൽ വിവിധ കപ്പലുകളിലായി ഈ മേഖലയിൽ കഴിയുന്നത്. നിലവിൽ വിവിധ രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ജോലി പൂർത്തിയാക്കി വരികയാണ്. UAEക്ക് ഹോർമൂസ് ഒഴിവാക്കി ഫുജൈറ വഴി പൂർത്തിയാക്കിയ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 15 ലക്ഷം ബാരൽ എണ്ണ കടത്താൻ കഴിയും. അതേപോലെ സൗദി അറേബ്യയ്ക്ക് 1200 കിലോമീറ്റർ നീളത്തിൽ പൂർത്തിയാക്കിയ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 50 ലക്ഷം ബാരലും കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രതിദിനം 80 ലക്ഷം മുതൽ 1 കോടി വരെ ബാരൽ എണ്ണക്കടത്തിന്റെ കുറവുണ്ടാകും. അതേസമയം രാജ്യത്തെ കടുത്ത LPG ക്ഷാമത്തിന് പരിഹാരം കാണാനാകാതെ കേന്ദ്ര സർക്കാർ കുഴങ്ങുന്നുമുണ്ട്. പാചകവാതക, ദ്രവീകൃത പ്രകൃതിവാതക ക്ഷാമം ഉടൻ പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിലും പാചകവാതക വിതരണം മുടങ്ങില്ല എന്നറിയിച്ചിട്ടുണ്ട്. LPG ഉൽപാദനം കൂട്ടാൻ പൊതു സ്വകാര്യ മേഖലയിലെ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിഫൈനറികൾ പൂർണ്ണ തോതിലോ അധിക സമയമോ പ്രവർത്തിച്ചു തുടങ്ങി. ഉൽപാദനം 25% വർദ്ധിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സർവ്വമേഖലയെയും ബാധിക്കുന്ന വിലക്കയറ്റം ആസന്നമാണ്. പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ക്രിയാത്മകമായ ഇടപെടലുകളാണ് വേണ്ടത്. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമായി സത്വര നടപടികളും വേണം. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.